സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇടപാടിലും നമ്മൾ പങ്കെടുക്കുക. സ്ത്രീധനം കൊടുത്ത് നടത്തുന്ന ആഡംബര വിവാഹങ്ങളിൽ പങ്കെടുക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കാം. കാരണം നമ്മൾ അത്തരം കാര്യങ്ങൾ സ്ത്രീധനം, ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ചുമതലയുള്ള ആളാണ്, NSS ഡയറക്ടർ ബോർഡുണ്ട്. എനിക്ക് NSS ജനറൽ സെക്രട്ടറി എന്ന നിർദ്ദേശം ഒരു സ്ത്രീധന ഇടപാടുകളിലും കരയവും കരയിലോടാൻ പാടില്ല. ഞാൻ കർശന നിർദ്ദേശമാണ്. സ്ത്രീധനം വാങ്ങുന്ന കാര്യത്തിൽ, കൊടുക്കുന്ന കാര്യത്തിൽ, അതിന്റെ തർക്കം നിൽക്കുന്ന കാര്യത്തിൽ ഒന്നും തന്നെ സമുദായ നേതാക്കന്മാർ ഇടപെടാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശമാണ്. കാരണം അത് നല്ലൊരു ശീലമല്ല. അത്തരം ശീലങ്ങളെ നമ്മൾ എവിടെയും പ്രോത്സാഹിപ്പിക്കാൻ. സ്ത്രീധനം വാങ്ങിയും കൊടുത്ത് നമ്മൾ കാണുന്ന ദുഃഖകരമായ കാഴ്ചകൾ. സ്ത്രീധനത്തിന് വേണ്ടി വലിയ ഉന്നത ഡിഗ്രിയുള്ള തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പഠിച്ച കുട്ടിയെ പഠിക്കാൻ മിടുക്കിയാണ്. തിരുവനന്തപുരത്ത് MBBS പഠിച്ചു, അത് PGക്ക് അഡ്മിഷൻ കിട്ടിയ ചെറിയ കാര്യമല്ല. തിരുവനന്തപുരത്ത് PGക്ക് അഡ്മിഷൻ വേണ്ടി പഠിച്ചു വരുമ്പോൾ തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞൊരു വഞ്ചകൻ അടുത്ത് കൂടുമ്പോൾ സ്നേഹം കൊണ്ട് തനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടി എന്ന് കരുതി അയാൾ എന്നെ വിവാഹം കഴിക്കുമെന്ന് സ്വപ്നം കണ്ട ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ പണത്തിന് വേണ്ടി തല്ലി തകർത്ത ദുഷ്ടന്മാരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാർത്ഥന്മാരുടെ അയാളും ഡോക്ടർ, ആ കൊച്ചും ഡോക്ടർ, രണ്ടുപേരുടെ ജോലി ചെയ്താൽ BMW ബെൻസോ എന്തുവേണമെങ്കിലും വാങ്ങിക്കും. അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് സന്തോഷം. അല്ലാതെ ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ ഒരു കാളയും പശുവിനെയും വാങ്ങാൻ ചന്തയിൽ പോകുന്ന ഒരു പെൺകുട്ടികൾക്ക് വില പേശുന്ന ഒരു നാടായി നമ്മൾ മാറരുത്. വടക്കേ ഇന്ത്യക്കാണ് പോകുന്നത്. വിദ്യാസമ്പന്നരായ നമ്മൾ സാംസ്കാരിക രംഗത്ത് ഇന്ത്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന നമ്മൾ ഇത്തരം നിലവാരം കുറഞ്ഞ കാര്യങ്ങളെ എതിർക്കണം. ഞാനിത് പറയുന്ന പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ എന്റെ പാർട്ടിയുടെ നേതാക്കളോടും പ്രവർത്തകരോടും ഞാൻ ഇതൊരു ആഹ്വാനമായി കാണണം. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ എതിർപ്പുള്ള നിലപാട് സ്വീകരിക്കണം. നമ്മൾ മനസ്സിലാക്കണം, സമൂഹത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, സമുദായങ്ങളിൽ ഒരുപാട് അനാചാരം ഉണ്ടായിരുന്നു. എല്ലാ അനാചാരങ്ങൾക്കെതിരെ പോരടിയ ഒരുപാട് മഹാന്മാരുണ്ട്. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ, അയ്യാഗുരു, ഇങ്ങനെ ഒരുപാട് പേര് പോരാടിയത് കൊണ്ടാണ് നമ്മളെ പല അനാചാരങ്ങൾ മാറിയത്. ശ്രീനാരായണ ഗുരുദേവൻ നെയ്യാറ്റിൻകരയിൽ സമ്പന്നരായ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് ബാല്യകാല വിവാഹം നടത്തുമ്പോൾ അവിടെ കടന്നു ചെന്ന് അത് അവിടെ ഇരുന്ന് നിർബന്ധപൂർവ്വം തടസ്സപ്പെടുത്തിയ ചരിത്രം രേഖപ്പെടുത്തിയ നാടാണ്. അനാചാരങ്ങൾക്കെതിരെയാണ് ഗുരുദേവൻ പ്രവർത്തിച്ചത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോഴും അനാചാരങ്ങൾ നിലനിൽക്കട്ടെ. സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു അനാചാരമാണ്, അന്ധവിശ്വാസം പോലെയാണ്. അത് ഒരു പെൺകുട്ടിയുടെ പണം വാങ്ങി ജീവിക്കാൻ ലജ്ജയില്ല. ആൺകുട്ടികൾ പുരുഷന്മാരെ അധ്വാനിച്ചാണ് ഭാര്യയ്ക്ക് ലെവൽ കൊടുക്കുന്നത്. അല്ലെ, ഭാര്യയുടെ അച്ഛൻ തരുന്ന പൈസക്ക് അവളെ നോക്കാൻ എന്താ പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ നോക്കാൻ ലഭിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ വീട്ടിൽ പൂച്ച വളർത്തും, പട്ടിയെ വളർത്തും. ഇവിടെ ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ അതിന് ചില സെന്ററുകളിൽ കൊണ്ടുവിടും. വിദേശ രാജ്യങ്ങൾ ഇപ്പൊ ഇവിടെയും തുടങ്ങി. കൊണ്ടുവിട്ടാൽ അവർ നോക്കിക്കോളും, പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുപോലെ കൊണ്ടു നിർത്താനുള്ളതാണോ നമ്മുടെ മക്കൾ? നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന നമ്മുടെ പെൺമക്കളെ വല്ല വീട്ടിലും കൊണ്ടുപോയി വിലയ്ക്ക് വിൽക്കാനാണോ നമ്മൾ നടക്കുന്നത്? എന്താ നമുക്കത്ര ഭാരമുണ്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട്? അതുകൊണ്ട് ഒരു കാരണവശാലും സ്ത്രീധനം പോലുള്ള കാര്യങ്ങൾ കൂട്ടു നിൽക്കാൻ പാടില്ല. അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നവർക്ക് നിങ്ങൾ പോകരുത്, നിങ്ങൾ അതുമായി സഹകരിക്കരുതെന്നാണ് ഈ പറയാം. നമ്മൾ മാതൃകയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാണ്. നമ്മുടെ പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും ഞാൻ പറയും, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീധന ചോദ്യം കൊടുക്കരുത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞാൽ പോടാ എന്ന് പറയാൻ, നീ പോടാ എന്ന് പറയാൻ നമ്മൾ കുട്ടികളെ, അമ്മമാരെ, സഹോദരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. അതായത് നമ്മുടെ പാർട്ടിയുടെ നിലപാടായിട്ട് നമ്മൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഡിഗ്രി എങ്കിലും കഴിയാതെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. 23 വയസ്സ് 22 ഒന്നും സംഭവിക്കില്ല. മൂത്ത് നരച്ചു പോകില്ല, വീട്ടിൽ നിന്ന് പോകില്ല, ഒന്നുമില്ല. കാത്തു നിൽക്കും. പഠിച്ച് വിദ്യാഭ്യാസം നേടി നല്ല ഒരു ഉദ്യോഗം നേടി വരുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആളുകൾ സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കാൻ കാത്തു നിൽക്കും. MBBS കഴിഞ്ഞ് MDക്ക് പഠിക്കുന്ന കുട്ടിക്ക് സ്ത്രീധനം കൊടുക്കാൻ ആലോചിച്ചതും തെറ്റ്. ആ കുട്ടിയിൽ നിന്ന് പണം വാങ്ങാൻ ശ്രമിച്ചത് ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ കൊടുച്ചിരി എന്തെങ്കിലും കൊടുത്താലോ എന്ന് ആലോചിച്ചതും തെറ്റ്. ഒന്നും കൊടുക്കാൻ പാടില്ല. വിദ്യ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യവതിയായി മാറിയ ആ കുട്ടിയുടെ ജീവിതം തകർത്ത് നമ്മൾ മറക്കരുത്. കാറിന്റെ പെട്രോളിന് മൈലേജ് കുറഞ്ഞെന്ന് പറഞ്ഞാണ് വിസ്മയ എന്ന കുഞ്ഞിന് ആത്മഹത്യ ചെയ്യുന്നത്. ഇത് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്, നമ്മൾ കണ്ടു മറന്നു പോകേണ്ട കാര്യങ്ങളല്ല. കണ്ട് മനസ്സിൽ സൂക്ഷിക്കുകയും ഇനി ഇത്തരത്തിലുള്ള വിസ്മയമാരൊന്നും ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ കണ്ടു അന്നൊരു സംഭവം നടന്ന അത് കഴിഞ്ഞു, പിന്നെയും ഇതൊക്കെ തന്നെ നടക്കും. വിസ്മയുടെ സംഭവത്തിന് ശേഷമാണ് വിദഗ്ധനായ ഡോക്ടർ 10 ലക്ഷം രൂപയും പിന്നെ 5 പവന്റെ സ്വർണവും BMW കാറും ഒക്കെ ആവശ്യപ്പെടുന്നത്. അവനൊക്കെ നാണമുണ്ടോ? ഈ വിസ്മയ എന്ന് പറയുന്ന കുട്ടിയെ, നിഷ്കളങ്കയായ കുഞ്ഞ്
ജീവിതം അവസാനിപ്പിച്ച് കണ്ട നാട്ടിൽ, അതെല്ലാം പത്രങ്ങളിലും ടി വിയിലും എല്ലാം കണ്ടതിനെതിരെയുള്ള രോക്ഷം, സമൂഹത്തിലെമ്പാടുമുള്ളവർ നടത്തിയ രോക്ഷം കണ്ടിട്ട് അതവിടെ നിൽക്കട്ടെ, നമുക്കതല്ലല്ലോ, അത് അവരെ കാര്യം. നമ്മളെ കാര്യം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറ ലജ്ജാകരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർക്കാർ ചെലവിൽ പഠിച്ചവൻ, സർക്കാർ ചെലവിൽ, നിങ്ങളുടെയും എന്റെയും ചെലവിൽ, നികുതി കൊടുക്കുന്ന നമ്മുടെ ചെലവിൽ പഠിച്ചവൻ, അങ്ങനെയുള്ളവരെ നമ്മൾ സമൂഹത്തിൽ അവരെ മാറ്റി നിർത്തണം. ഇനിയൊരു വിവാഹം അവിടെ ആലോചിച്ചാലും പോകരുത്. കാരണം ഇത്തരത്തിലൊരു ദുഷ്ടനെ ഇനി പെണ്ണുകൊടുക്കാൻ പാടില്ല. അവൻ ദുഷ്ടനാണ്. കാരണം അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ ഉപദ്രവിക്കും. ഇതുപോലൊരു കച്ചവടക്കാരനെ, ഒരു പശുവിനെ കച്ചവടം നടക്കുന്നവർക്ക് സ്ത്രീയെ കച്ചവടം നടത്താൻ ശ്രമിക്കുന്നവൻ നാളെ ഇതുപോലെ കച്ചവടം നടത്തും. ഡോക്ടർ ഇല്ലേ, അവന് വലിയ പൈസ കിട്ടും, എന്നാൽ എന്റെ മോളെ 50 ലക്ഷവും 5 കിലോ പവനം കൊടുക്കുക, സ്വർണം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് മണ്ടന്മാരി നാട്ടിൽ വേറെ കാണും. അങ്ങനെയുള്ള മണ്ടന്മാരാവരുത് എന്ന് എനിക്ക് പറയാം.